ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യനെ ഭക്തിയോടെ ആരാധിക്കുന്ന അനേകം വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് തൈപ്പൂയം. തൈ പിറന്താൽ വഴി പിറക്കുമെന്നാണ് തമിഴ് പഴമൊഴി തന്നെ. തമിഴ് കലണ്ടറിലെ തൈമാസത്തിലെ പൂയം നാളും മലയാള മാസങ്ങളിൽ മകരമാസത്തിലെ പൂയം നാളുമാണ് തൈപ്പൂയമായി ആചരിക്കുന്നത്. ഇന്ന് തൈപ്പൂയം. ദേവസേനാധിപതിയായ സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളുമാണ് ഈ ദിവസം നടക്കുക. തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായ മണികണ്ഠേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്കാണ് പ്രേക്ഷകരെ കർമാനൂസ് കൊണ്ടുപോകുന്നത്. കാവടിയെടുത്തും വ്രതമിരുന്നും നാവിൽ ശൂലം കുത്തിയുമൊക്കെ വ്യത്യസ്തമായ രീതികളിലാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തൈപ്പൂയം ആഘോഷം. മലേഷ്യയിലും തൈപ്പൂയം ആഘോഷിക്കാറുണ്ട്. മലേഷ്യയിലെ പ്രശസ്തമായ ബട്ടു അരുൾമിഗു മുരുകൻ ഗുഹാക്ഷേത്രത്തിലാണ് ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും വലിയ തൈപ്പൂയം ആഘോഷം നടക്കുന്നത്. ശ്രീലങ്കയിലെ ജാഫ്നയിലുള്ള നല്ലൂർ കന്ദസ്വാമി കോവിലിലും ആഘോഷങ്ങൾ നടക്കാറുണ്ട്. എന്താണ് തൈപ്പൂയത്തിനു പിന്നിലെ ഐതിഹ്യം? സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിച്ച ദിവസമാണ് മുരുകഭക്തർ തൈപ്പൂയമായി ആചരിക്കുന്നത്. താരക നിഗ്രഹം കഴിഞ്ഞു വരുന്ന സുബ്രഹ്മണ്യനെ പടയാളികൾ തങ്ങളുടെ വില്ലിൽ പൂക്കൾ കെട്ടി അലങ്കരിച്ച് ആനന്ദ നൃത്തമാടി സ്വീകരിച്ചു. വേലായുധനായ സുബ്രഹ്മണ്യന്റെ ദേഹത്ത് യുദ്ധത്തിലേറ്റ മുറിവുകൾ ശമിക്കുന്നതിന് ശരീരം ഔഷധജലത്താൽ അഭിഷേകം ചെയ്തു. ആ അഭിഷേകത്തിന്റെ സ്മരണയ്ക്കായി ഈ ദിവസം ഭക്തർ കാവടിയെടുത്ത് ഭസ്മം, പാൽ, പനീർ, കളഭം തുടങ്ങിയവ അഭിഷേകം ചെയ്യുന്നു. പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലും കേരളത്തിലുമുണ്ട്. പഴനി, തിരുപ്പുറംകുണ്ട്രം, തിരുച്ചെന്തൂർ, തിരുത്തണി, പഴമുതിർച്ചോலை, സ്വാമിമല, കുമാരകോവിൽ, ഉള്ളൂർ, ഹരിപ്പാട്, ചെറിയനാട്, കിടങ്ങൂർ, പെരുന്ന, ഉദയനാപുരം, ഇളങ്കുന്നപ്പുഴ, പയ്യന്നൂർ തുടങ്ങിയ എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും ഈ ദിവസം അതീവ പ്രാധാന്യത്തോടെയാണ് ആഘോഷിക്കുക. സുബ്രഹ്മണ്യൻ ഉപദേവതയായ ക്ഷേത്രങ്ങളിലും തൈപ്പൂയ ആഘോഷം നടക്കുന്നുണ്ട്. മുരുകപ്രീതിക്കായി കാവടിയെടുക്കലാണ് ഭക്തർ ഈ ദിവസം പ്രധാനമായും നടത്തുന്ന അനുഷ്ഠാനം. പീലിക്കാവടി, ഭസ്മക്കാവടി, അഗ്നിക്കാവടി, പാൽക്കാവടി ഇങ്ങനെ വിവിധ തരത്തിൽ ഭക്തർ ഇത് നടത്തിപ്പോരുന്നു. തൈപ്പൂയ ദിവസം വ്രതം നോൽക്കുന്നവരുമുണ്ട്. കവിളിലും നാവിലും വേൽ തറച്ച് കാവടിയെടുക്കുന്ന രീതിയും പലയിടത്തുമുണ്ട്. ഹിഡുംബൻ പൂജ എന്ന പ്രത്യേക ചടങ്ങും തൈപ്പൂയത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ നടത്തിവരാറുണ്ട്. ഓം ശരവണഭവ എന്ന മന്ത്രം സുബ്രഹ്മണ്യരായം എന്നറിയപ്പെടുന്നു. അജ്ഞാനമാകുന്ന അന്ധകാരത്തിന്റെ മറനീക്കി ജ്ഞാനമാകുന്ന പ്രകാശത്തെ നിറയ്ക്കുന്ന മന്ത്രമാണിത്. കുറഞ്ഞത് 21 തവണ ജപിക്കുന്നത് സുബ്രഹ്മണ്യ പ്രീതികരമാണ്. പൊതുവെ സുബ്രഹ്മണ്യ മന്ത്രങ്ങളെല്ലാം 21 തവണ ജപിക്കുന്നതാണ് ശ്രേഷ്ഠം. ഓം വജത്ഭുവേ നമഃ എന്ന മൂലമന്ത്ര ജപത്തോടെയുള്ള ക്ഷേത്ര ദർശനവും ക്ഷേത്രത്തിൽ പഞ്ചാമൃതം, പാൽ എന്നിവ നേദിക്കുന്നതും നാരങ്ങാമാല സമർപ്പിക്കുന്നതും ഉത്തമം. കൂടാതെ സുബ്രഹ്മണ്യ സ്തോത്രങ്ങളും ഗായത്രിയും ജപിക്കുന്നത് നന്ന്. സുബ്രഹ്മണ്യ ഗായത്രി ഭക്തിയോടെ ജപിച്ചാൽ ചൊവ്വയുടെ ദോഷഫലങ്ങൾ നീങ്ങുമെന്നാണ് വിശ്വാസം. പ്രഭാതത്തിൽ ശരീരശുദ്ധിയോടെ മാത്രമേ ജപം പാടുള്ളൂ.